ഹായ് എരിവൺ ഇസ്മി രാഹുൽ വെൽക്കം ടു മെൻഡർ എഫക്സ് യൂട്യൂബ് ചാനൽ. സോ നമുക്ക് ഡീറ്റെയിൽ മാർക്കറ്റ് അനാലിസിലോട്ട് പോവാം. നാളത്തേക്കുള്ള ആൻഡ് ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഇതായിരുന്നു നമ്മുടെ ചാർട്ട്. ഐ തിങ്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതായിരുന്നു നമ്മുടെ ചാർട്ട്. നമ്മുടെ എൻട്രി എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്നുണ്ട് മാർക്കറ്റ്. അപ്പം ഇവിടെയാണ് നിന്നിരുന്നത്. ഇതായിരുന്നു ലാസ്റ്റ് ഡേയുടെ മാർക്കറ്റ്. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീഴുക ചെയ്തിരുന്നത്. സോ ഗ്യാപ്പ് ഡൗണിൽ വീഴുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ ഒരു സെൽ ഓൺ ദ റൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽ ഓൺ ദ റൈസ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റിന് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. മാർക്കറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് താഴോട്ട് വീണു. ടാപ്പ് ചെയ്ത് വീഴുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അല്ലേ, ഈവനിങ് സ്റ്റാർ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവനിങ് സ്റ്റാർ ഫോം ചെയ്തു, മാർക്കറ്റിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, താഴോട്ട് വീണു. സോ പലർക്കും ചിലപ്പം ഇവിടുന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടാവില്ല, ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയാത്ത ഒരാൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കിയാൽ അറിയാം. ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ലാസ്റ്റ് ചാർട്ടിൽ നിങ്ങളെല്ലാവരും വരച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ട് അനലൈസ് ചെയ്ത് എല്ലാവരും വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓപ്പൺ ഇസ് ഈക്വൽ ടു ഹൈ ക്യാൻഡിൽ ബ്രേക്കും കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നോക്കി കാണാം, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് പിന്നെയും തട്ടി മാർക്കറ്റ് വീണ്ടും ഡേ ലോ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് നല്ല സ്പീഡിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് മാർക്കറ്റ് നടത്തിയപ്പം മാർക്കറ്റ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വീണ്ടും ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തപ്പം ഇത് നമ്മുടെ എന്താണ്? ഓർഡർ ബ്ലോക്ക്. ഇത് നമ്മുടെ എന്താണ്? ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഫോർവേഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കാണ്. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഓർഡർ ബ്ലോക്കാണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഒരു 150 അപ്പോൾ വീണ്ടും നമ്മുടെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. വീണ്ടും മാർക്കറ്റ് താഴോട്ട് നമ്മൾ താഴെ വരച്ച ഈ ബോക്സ്, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 50 മിനിറ്റ്സിൽ. ആ ബോക്സിൽ വന്ന് തട്ടി മാർക്കറ്റ്, അതായത് ഡേ ലോ ഒന്ന് മാർക്കറ്റ് എടുത്ത് മാർക്കറ്റ് നിൽക്കുകയായിരുന്നു. സോ നമ്മൾ 1 2 3 4 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ. ഓക്കെ, സോ എനിക്ക് പേഴ്സണലായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ഈ ഓർഡർ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ചെയ്യാം താഴെ. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയൊരു ട്രേഡ് വരും ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതേപോലെ തന്നെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതായിരുന്നു ലാസ്റ്റ് ഡേയിൽ മാർക്കറ്റിലുണ്ടായിരുന്ന അനാലിസിസ്. ഓക്കെ, സോ നമുക്ക് വീണ്ടും നമുക്കൊരു അടുത്ത ഡേയിലോട്ടുള്ള മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യാം. ഓക്കെ, ഞാനും ചെയ്തിട്ടില്ല. ഞാൻ 2 ഡേയ്സ് ബിസി ആയിരുന്നു. സോ ഇന്നും ഞാനാണ് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വീക്കിലിയിൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കാം. ഓക്കെ, വീക്കിലിയിൽ ജസ്റ്റ് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് പ്രൈമറി ഫ്രെയിമിലൊന്ന് പോയിട്ട് വരാം. മന്ത്ലിയിൽ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മന്ത്ലിയിൽ മാർക്കറ്റ് ലാസ്റ്റ് മന്തിൻ്റെ ഹൈയിലാണ് നിൽക്കുന്നത്. ഓക്കെ ഫൈൻ, നമുക്ക് വീക്കിലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻവിസിബിൾ ഡോജി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ഇൻവിസിബിൾ ഡോജി ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇൻവിസിബിൾ ഡോജി. ഓക്കെ, ദിസ് ഇൻവിസിബിൾ ഡോജി എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻവിസിബിൾ ഡോജി. ഓക്കെ, ഇൻവിസിബിൾ ഡോജി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇൻവിസിബിൾ ഡോജിയുടെ ഈ ഹൈയും ലോയും ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇൻവിസിബിൾ ഡോജിയുടെ ഹൈയും ലോയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോ ഇൻവിസിബിൾ ഡോജി ഒരു ഡിമാൻഡ് സോണിൽ വന്നാൽ ഒരു ഹൈ അപ്പം ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. ഒരു ബിയറിഷ് ഒരു സപ്ലൈ സോണിൽ വന്നാൽ ഒരു ബിയറിഷ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് തിയറി ഉള്ളത് ഇൻവിസിബിൾ ഡോജിയുടെ. സോ നമ്മളിതൊരു വീക്കിലിയിലാണ് കാണുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിൻ്റെ ഹൈ ആൻഡ് ലോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഹൈയും ലോയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ഇൻവിസിബിൾ ഡോജിയുടെ ഹൈയും ലോയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തരാം. സോ ദിസ് ഇസ് എ ഹൈ, ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, സോ ഈ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഇതിൻ്റെ താഴെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി മാർക്കറ്റിന് വീണ്ടും ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് വരും. വീണ്ടും മാർക്കറ്റ് ഒരു ഡൗൺ മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മേജറായിട്ടുള്ള സപ്പോർട്ട് എടുക്കുന്ന ലോ. സോ ഈ ലോയും ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിരുന്നുണ്ട്. 24,380 828. ഓക്കെ,
ഇതെടുക്കാം തൽക്കാലം. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴ്ത്തു പോകാം. ഓക്കെ, സോ ഈ ഹൈയിൽ പോയി മാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്നു, ഡേയിലോട്ട് വന്നു. ഓക്കെ, ഡേയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വീക്ക് മൊത്തം എന്താണ് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിന്നത്. മാർക്കറ്റ് മുകളോട്ടും പോയിട്ടുണ്ട്, താഴോട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് നിന്നത്. സോ നമുക്ക് ഈ റേഞ്ചിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേ ലോ നമുക്ക് മാർക്ക് ചെയ്തിടാം. താഴെ ഒരുപാട് ഇംബാലൻസ് ഒക്കെ ഉണ്ട്. നമുക്കത് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് നിന്നാലും നമുക്കിതൊക്കെ മാർക്ക് ചെയ്തിടാം. ഓക്കെ, സോ ഈ ഡേ ലോ ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഈ ഡേ ലോ മാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഈ ഹൈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഹൈ, സോ ഈ ഹൈയും തൊട്ട് മുകളിൽ നമ്മുടെ ഡേ ഹൈ ഉണ്ട്. സോ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. നമുക്ക് ഡേ ഹൈ മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഈ ഡേ ഹൈയും ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, സോ നമ്മുടെ വീക്ക്ലിയിൽ നമ്മുടെ റേഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെയിലിയിലും നമ്മുടെ റേഞ്ച് ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 4 ഹവറിൽ വരാം. ഓക്കെ, 4 ഹവറിൽ വന്നിട്ട് 4 ഹവറിൽ എന്തെങ്കിലും എന്താ പറയുക ഒരു ഓട്ടർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതൊരു ഓട്ടർ ബ്ലോക്കാണ്. ഇത് കംപ്ലീറ്റ്ലി മാർക്കറ്റിന് ഇതൊരു ഓട്ടർ ബ്ലോക്കാണ്. ഓക്കെ, ഇത് ബിയറിഷ് ഓട്ടർ ബ്ലോക്കാണ്. ഇത് കംപ്ലീറ്റ്ലി മാർക്കറ്റിന് എന്താക്കുന്നുണ്ട്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് 1 ഹവറിൽ പോയിട്ട് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പം മാർക്ക് ചെയ്യണ്ട, 1 ഹവറിൽ. സോ ഡെയിലിയിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ എന്താ പറയുക ഒരു ഇതൊന്നുമില്ല. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ മാത്രമുള്ള ലെവൽസ് ഒന്നുമില്ല. ഓൾറെഡി ഇത് ബ്രേക്ക് ചെയ്താലും മാർക്കറ്റ് ഇവിടെ വരെ ഫ്ലോയിൽ വരും. ഇത് മാർക്കറ്റിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ഈ ഒരു ഏരിയ. ഓക്കെ, അത് 1 ഹവറിൽ കാണുമ്പോൾ നമ്മൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഈ ഏരിയ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും 480. ബട്ട് ഇത്രേ ഉള്ളൂ. ഓക്കെ, മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും 704. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ 1 ഹവർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. ആൻഡ് ഇത് ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് എടുക്കാം. ഇത് കംപ്ലീറ്റ് ഒരു സോണായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് സോണായിട്ട് എടുക്കാം കംപ്ലീറ്റ്ലി. ആൻഡ് ഇതിനെ നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് എടുക്കാം. സോ ഇപ്പോൾ അത് റെസിസ്റ്റൻസ് ആണ്. സോ ഇതും ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ ഇത്രയും നോയ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വിക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊരു സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു സോണായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ സോണായിട്ട് ഞാൻ ഇവിടെ ഇതിനും ഒരു സോണായിട്ട് എടുത്തിട്ടുണ്ട്, ഇതും ഒരു സോണായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ അതിനെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇതൊരു ലൈനായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇവിടുന്ന് ഒരു ഡബിൾ ബോട്ടം ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഒരു 498. ഓക്കെ, 490 500 റേഞ്ചിൽ 24,500 OA വൈസ് നോക്കിയാൽ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ 30 മിനിറ്റിൽ പോവാം. 30 മിനിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 മേജർ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഈ 2 മേജർ റെസിസ്റ്റൻസ് ഏരിയ, ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് ആയിരുന്നു, ഇത് നമ്മുടെ സപ്പോർട്ട് ഏരിയ ആണ്. സോ അപ്പം ഞാൻ ഇതങ്ങ് എടുത്ത് കളയുകയാണ്. സോ ഇതാണ് നമ്മുടെ മേജർ സപ്പോർട്ട് ഏരിയ. ഓക്കെ, ദിസ് ഈസ് അവർ സപ്പോർട്ട് ഏരിയ. സോ ഈ സപ്പോർട്ട് ഏരിയയും ഞാനൊരു സോണായിട്ട് എടുത്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സപ്പോർട്ട് ഏരിയയും ഞാനൊരു സപ്പോർട്ട് സോണായിട്ട് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് സോണായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ച് വെക്കാം. ഒരു മൈനർ ട്രെൻഡ് ലൈൻ. സോ ഓക്കെ, ലുക്ക് ലൈക്ക് എ ട്രെൻഡ് ലൈൻ. ഓക്കെ, ട്രെൻഡ് ലൈൻ തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരച്ച് വെക്കാം. സോ മാർക്കറ്റ് അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഉള്ളത്. ആൻഡ് താഴെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ടച്ചേ ഉള്ളൂ, ബട്ട് ഒരു ടച്ചും കൂടെ ആയ ഒരു ട്രെൻഡ് ലൈൻ ആവും. ഓക്കെ, സോ 30 മിനിറ്റിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ട്. ആൻഡ് 50 മിനിറ്റ്സിൽ അത് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുമായിരിക്കും. ഓക്കെ, സോ ഈ മുകളിലത്തെ ട്രെൻഡ് ലൈൻ കംപ്ലീറ്റ്ലി കറക്റ്റാണ്. താഴത്തെ ട്രെൻഡ് ലൈനും ഓക്കെ. 1 2 3 ടച്ച് ഉണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു സിമെട്രിക് ട്രയാങ്കിളും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ്
സോ ഇവിടെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് നല്ല ലിക്വിഡിറ്റി ഒക്കെ ഉണ്ട്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒന്ന് ബൗൺസ് ചെയ്തതിനുള്ളിൽ കയറുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ട്രേഡ് വരും. നമുക്കിവിടെ ഇവിടെ നിന്ന് ഇപ്പം കറൻ്റ്ലി നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇതില്ല. ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു ഓർഡർ ബ്ലോക്കൊക്കെ എടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ, കാരണം ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇതൊരു കംപ്ലീറ്റ്ലി ഓർഡർ ബ്ലോക്കാണ്. ബട്ട് അവിടെ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്റ്റും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഓർഡർ ബ്ലോക്ക് ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് തന്നെ വരും. അതൊരു റെസിസ്റ്റൻസ് സോണിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് കൊടുത്തിട്ട് അവിടെ OB എന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇവിടെ നമുക്ക് OB എന്ന് മാർക്ക് ചെയ്യാം. ഓർഡർ ബ്ലോക്ക് OB. ഓക്കെ, ഞാൻ ഈ OB മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് എന്താണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആണ് 15 മിനിറ്റ്സിലെ, ആൻഡ് ഇത് വാലിഡ് ഓർഡർ ബ്ലോക്ക്. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലും കൂടെയാണ്. സോ നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് തന്നെ എടുക്കാം ഇവിടുന്ന്. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് മോളോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് സെൽ ഓൺ ദ റൈസ്, അത് മാർക്കറ്റ് ഒരു ക്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്യുമെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടുന്നും സെൽ ഓൺ ദ റൈസ് ആണ്. ഈ ഏരിയയിൽ നിന്നും നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. ഇതും നമ്മുടെ സെൽ ഓൺ ദ റൈസ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഇപ്പം ഇതെല്ലാം സെൽ ഓൺ ദ റൈസ് ആണ്. മാർക്കറ്റിന് ഒരു ബൈയിങ്ങിലോട്ട് ഇപ്പം നിങ്ങൾ പോകണ്ട, സെൽ ഓൺ ദ റൈസ് തന്നെ ചെയ്താൽ മതി. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിലും സെയിം സിനാരിയോ, സെൽ ഓൺ ദ റൈസ് തന്നെ ചെയ്യാം. ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ വീഴുകയാണെങ്കിൽ, ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ വീണിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് കയറുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ, അല്ലെങ്കിൽ ഈ ഒരു ഹൈ വരെ നമുക്കൊരു ട്രേഡ് പോകാം. ഓക്കെ, ഇതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ 24,500 താഴെ മാർക്കറ്റ് വീണിട്ട് 24,500 ഉള്ളോട്ട് മാർക്കറ്റ് കയറിയിട്ട്, അതായത് കയറുമ്പം നമ്മൾ നോക്കണം ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ് വേണം. ഓക്കെ, ഒരു സ്ട്രോങ് ക്യാൻഡിൽ വേണം. നോർമലി ഒരു ഇതേപോലത്തെ ഒരു വിക്കുള്ള ഒക്കെ ഒരു ക്യാൻഡിലാണ്, ഒരു അൺഹെൽത്തി ക്യാൻഡിലാണ് ഉള്ളോട്ട് കയറുന്നെങ്കിൽ സെൽ ഓൺ ദ റൈസ് തന്നെ പ്ലാൻ ചെയ്താൽ മതി. അതല്ല മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് കൂടുതലാണെങ്കിൽ, നല്ല സ്ട്രെങ്ത്ത് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ വോളിയം നോക്കിയാൽ മതി ജസ്റ്റ്. ഓക്കെ, നല്ല വോളിയം മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഇവിടെ നമുക്ക് ഞാൻ വോളിയം അനാലിസിസ് കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 5 മിനിറ്റ്സിൽ കാണിച്ചു തരാം. മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം വോളിയം ഡെഡാണ്. ഓക്കെ, വോളിയം ഡെഡ് വോളിയമാണ്. ഇവിടെ വോളിയം തീരെയില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ വോളിയം തീരെയില്ല. ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഇവിടെ നമ്മൾ താഴോട്ട് നോക്കിയാൽ അറിയാം വോളിയം കംപ്ലീറ്റ്ലി ഡെഡാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. സോ നമുക്ക് ഇതേപോലത്തെ ഓർഡർ ബ്ലോക്ക് സിനാരിയോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് ഒരു ഈവനിങ് സ്റ്റാറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് താഴെ എന്ത് ചെയ്യാം, അതിന് താഴെ എൻട്രി എടുത്തിട്ട് അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ചെയ്തിട്ട് നമുക്കൊരു ഡൗൺ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് മുകളിലോട്ട് കയറണമെങ്കിൽ മാർക്കറ്റിന് നല്ല വോളിയം വേണം എപ്പോഴും. ഓക്കെ, മാർക്കറ്റിന് നല്ല വോളിയം നിങ്ങളുടെ ചാർട്ട് കാണിച്ചാൽ മതി. എന്തോ ഒരു ഗ്ലിച്ച് ആയിരിക്കും, വോളിയം ബാർ വരുന്നില്ല മുകളിലോട്ട്, കുറച്ചുകൂടെ മുകളിലോട്ട് വരേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി വോളിയം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് വന്നപ്പോൾ വോളിയം കംപ്ലീറ്റ്ലി ലോ ആയി പോയിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നാളെ ഇതേപോലത്തെ സെക്കൻഡ് 5 മിനിറ്റ്സിൻ്റെ അടുത്ത ക്യാൻഡിലും നമുക്കൊരു നല്ലൊരു വോളിയത്തോടു കൂടി വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം വോളിയം ഇൻക്രീസ് ആവുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ തിരിച്ച് പുറത്തോട്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഏതെങ്കിലും ഒരു ക്യാൻഡിലിസ്റ്റിക് പാറ്റേൺ നിങ്ങൾ നോക്കിയാൽ മതി. ലൈക്ക് ഇതേപോലത്തെ ഇൻവേർട്ടർ ഹാമർ, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ, അല്ലെങ്കിൽ എൻഗാൾഫിംഗ്, അല്ലെങ്കിൽ എന്താണ് ഈവനിങ് സ്റ്റാർ, എനി ക്യാൻഡിലിസ്റ്റ് പാറ്റേൺ, ഈവനിങ് സ്റ്റാർ, എനിത്തിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാണ്. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തിരിച്ച് പുറത്തോട്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വീണ്ടും താഴെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടുന്ന് ഒരു 1% റിസ്ക് എടുക്കുക. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് ഉള്ളിൽ കയറുകയാണെങ്കിൽ ചെറിയ ക്യാൻഡിലാണെങ്കിൽ ആ കാരിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 10-20 പോയിൻറ്റ്സിൻ്റെ റൈഡിന് ശ്രമിക്കുക. അതല്ല ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ വരുന്നെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് പുറത്തോട്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗൺ സിനാരിയാണ് പറയുന്നത്. പുറത്തോട്ട് തന്നെ ഇറങ്ങുകയാണെങ്കിൽ അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്നിട്ട് താഴെ നമുക്ക് നല്ല ടാർഗറ്റ് ഉണ്ട്. താഴോട്ടുള്ള ടാർഗറ്റ്സിന് വേണ്ടിയിട്ട് ഇവിടോട്ടൊക്കെ നല്ല ടാർഗറ്റ്സ് ഉണ്ട് താഴെ. ഓക്കെ, ഇത് നമ്മുടെ അവിടുന്ന് മാർക്കറ്റ് വീണാൽ നേരെ ഇവിടം വരെ വരും. ഓക്കെ, നല്ല ടാർഗറ്റ് ഉണ്ട് താഴോട്ടുള്ള ടാർഗറ്റ്സിന് വേണ്ടി നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് പ്രയോറിറ്റി സെൽ ഓൺ ദ റൈസിന് വെക്കുക. ഓക്കെ, സെൽ ഓൺ ദ റൈസ്, മാർക്കറ്റ് സെൽ ഓൺ ദ റൈസാണ് ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സിനാരി തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി വെക്കുക. ആൻഡ് സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങൾ ഗ്യാപ്പ് ഡൗൺ വീണിട്ട് ഉള്ളിൽ കയറുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മുകളിലോട്ടൊരു
ട്രേഡ് എടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാളത്തെ പ്ലാൻ ആൻഡ് ലെവൽസ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.